ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എനിക്കും സുഖം തന്നെയാണ്. അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു ഐസ്ക്രീം ഉണ്ടാക്കുക കേട്ടോ. ഐസ് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയതാണ്. പിന്നെ ഈ ഭയങ്കര ചൂടാണല്ലോ, ഈ ചൂടിനെ തണുപ്പിക്കാൻ പറ്റിയതും കൂടിയാണ് കേട്ടോ. പിന്നെ ഒരുപാട് ഹെൽത്തി ആയൊരു സംഭവമാണ്. നമ്മളുടെ ചെമ്പരത്തി പൂവ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി അത്യാവശ്യം നന്നായിട്ട് പൂക്കളൊക്കെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ചെമ്പരത്തിമേ. അതൊക്കെ നറുത്ത് കൊടുന്ന് ശരിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ആ കതിര് പോലെ നിൽക്കുന്ന അതെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളത് നന്നായി തിളപ്പിച്ച പെട്ടെന്നൊരു 5 മിനിറ്റ് കൊണ്ട് തിളക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫുള്ളും ആ വെള്ളത്തിലേക്ക് വരും കേട്ടോ. ശരീരത്തിൽ ചൂടുകുരുവും ചൂടൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മളിത് തിളപ്പിച്ച വെള്ളത്തിൽ തണുത്തതിന് ശേഷം കുടിക്കുകയും ചെയ്യട്ടോ. പിന്നെ ചായ ഉണ്ടാക്കിയിട്ടും കൂടുതൽ ചൂടൊന്നും ഇല്ലാതെ കുടിക്കാൻ നോക്കണം കേട്ടോ. നല്ല ചൂടാണല്ലോ. നമ്മൾ ചെമ്പരത്തി ചായ ഉണ്ടാക്കിയിട്ടും കുടിക്കുക. ഇന്ന് ഐസാണ് ഉണ്ടാക്കണം കേട്ടോ. ഐസ്ക്രീം അല്ല, ഐസാണ്. അതിന് വേണ്ടി ഈ പൂവൊക്കെ നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ അടുപ്പത്ത് വെക്കുന്നുണ്ട്. ചെമ്പരത്തിപ്പൂവ് തിളപ്പിക്കുകയാണെങ്കിൽ നല്ല രസമാണ് കേട്ടോ. പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് തന്നെ അതിങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ കലർന്ന് വരുന്നത് കാണാനൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ത്രില്ലായിരിക്കും കേട്ടോ അത് കാണുന്നത്. അപ്പോൾ മക്കളും ഒപ്പം നിൽക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറന്നു പോവല്ലേ. ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ വേനൽ ചൂടിൽ എല്ലാവർക്കും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. നമ്മളെ വീട്ടിലുണ്ടാവും, അതല്ലെങ്കിൽ അടുത്ത വീട്ടിലൊക്കെ എന്തായാലും ചെമ്പരത്തി പൂവ് ഉണ്ടാവാതിരിക്കില്ലല്ലേ. എന്നാലും നമ്മളെ വീട്ടിൽ ഇതിൻ്റെയൊക്കെ ഒരു തൈ വെച്ച് പിടിപ്പിക്കണം കേട്ടോ. അതെല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ മധുരത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചൂടാറിയതിന് ശേഷം ഐസ് കപ്പിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത് രാത്രിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ കുറച്ച് നേരം രാവിലെയൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് അതായോ ചോദിച്ചും കൊണ്ടിരിക്കും കേട്ടോ. അവർക്ക് പിന്നെ പെട്ടെന്ന് അത് കിട്ടണം എന്നുള്ളൊരു ഇതിനോടുകൂടെ
അപ്പോൾ ഇത് രാത്രി ഉണ്ടാക്കി വെച്ച കാരണം രാവിലെയാണ് പിന്നെ എടുക്കുന്നത്. അപ്പോൾ പിന്നെ കുട്ടികളൊന്നും ചോദിക്കില്ലല്ലോ, രാവിലെ എടുത്തപ്പോൾ നന്നായി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സുകൾക്കൊക്കെ അയച്ചു കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുവരെ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം.